ഓൺലൈൻ സർവീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈൻ സർവീസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കയ്യിലിരിക്കുന്ന ആധാർ കാർഡിലെ അഡ്രസ്സിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതെങ്ങനെ തിരുത്താം, അതേപോലെ തന്നെ അഡ്രസ്സ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം, അത് രണ്ടുമാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു അഡ്രസ് പ്രൂഫ് ആവശ്യമാണ്, അത് കയ്യിൽ കരുതുക. അതുപോലെ തന്നെ 50 രൂപ പേയ്മെൻ്റ് ആണ് ഇത് ചെയ്യുന്നതിനുള്ളത്, അതും ഉണ്ടായിരിക്കണം. അത് രണ്ടുമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആധാർ കാർഡിലെ തെറ്റുകൾ ഈസി ആയിട്ട് തിരുത്താവുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഗൂഗിളിൽ UIDAI.government.in എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മൾ ആധാറിൻ്റെ വെബ്സൈറ്റിലേക്ക് വരുന്നു. ഇവിടെ നമ്മുടെ ഫിംഗർ പ്രിൻറ്റിന് താഴെയായിട്ട് ലോഗിൻ എന്ന ഒരു ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ആധാർ കാർഡ് നമ്പറും അതേപോലെ തന്നെ താഴെ കാണുന്ന ക്യാപ്ചയും ടൈപ്പ് ചെയ്ത് നൽകണം. ആധാർ കാർഡും ക്യാപ്ചയും സെറ്റാതെ നോക്കി നൽകുക. അതിനുശേഷം ലോഗിൻ വിത്ത് OTP എന്ന സ്ഥലത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഏതാണോ അതിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP താഴെ അടിച്ചു നൽകണം. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പേരുള്ള ആധാറിൻ്റെ സൈറ്റിലേക്ക് കിടക്കും. OTP അത് 60 സെക്കൻഡിനുള്ളിൽ തന്നെ നൽകുവാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ശേഷം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആധാർ കാർഡിൽ അഡ്രസ്സ് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നതാണ്. അതിന് അഡ്രസ് അപ്ഡേറ്റ് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ അപ്ഡേറ്റ് ആധാർ ഓൺലൈൻ ചെയ്യുക. തന്നിരിക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയ ശേഷം പ്രൊസീഡ് നൽകുക. ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ഇന്ന് അഡ്രസ്സാണ്. അഡ്രസ്സ് തെറ്റ് തിരുത്താനും അതേപോലെ പുതിയ അഡ്രസ്സായിട്ടുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാനുമുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം വീണ്ടും പ്രൊസീഡ് അപ്ഡേറ്റ് ആധാർ എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന സ്ക്രീനിൽ നമ്മുടെ കറണ്ട് ഡീറ്റെയിൽസ് കാണാം. ഇനി താഴെ ഭാഗത്താണ് നമ്മുടെ പുതിയ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് നൽകേണ്ടത്. തെറ്റുകൾ തിരുത്താനുള്ളതാണെങ്കിൽ ആ തെറ്റുകൾ മാത്രം താഴെ കാണുന്ന ഭാഗത്ത് തിരുത്തി കൊടുക്കുക. അവിടെ നമ്മുടെ കെയർ ഓഫ്, വീട്ടുപേര്, പിന്നെ സ്ട്രീറ്റ് ഏതാണോ അത്, ലാൻഡ് മാർക്ക് ഉണ്ടെങ്കിൽ അത്, അതിനുശേഷം പിൻകോഡ്, വില്ലേജ്, ഇതെല്ലാം ടൈപ്പ് ചെയ്ത് നൽകണം. ഓരോന്നും അതാതിൻ്റെ ഹെഡിങ്ങിൻ്റെ താഴെ തന്നെ ടൈപ്പ് ചെയ്ത് നൽകുക. വില്ലേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പോസ്റ്റ് ഓഫീസ് സെലക്ട് ചെയ്യുക. ഇനി അടുത്തത് നമ്മുടെ അഡ്രസ് പ്രൂഫ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ റേഷൻ കാർഡാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്, സെയിം അഡ്രസ്സിലുള്ളത്. ഏത് പ്രൂഫ് അറ്റാച്ച് ചെയ്യുമ്പോഴും ഫോട്ടോ ഉള്ള പ്രൂഫായിരിക്കണം അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. ഇവിടെ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്ത ഡീറ്റെയിൽസ് കാണാം. പിന്നെ നമ്മൾ ഏത് പ്രൂഫാണോ കൊടുത്തത് അതും കാണാം. ഇനി എന്തെങ്കിലും എഡിറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവിടെ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് ചെയ്യാം. അതിനുശേഷം താഴെ കാണുക 2 വെരിഫിക്കേഷൻസും ക്ലിക്ക് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും നെക്സ്റ്റ് അടിക്കുക. ഇനി ഇവിടെ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. 50 രൂപയാണ് പേയ്മെൻറ്റ് വരുന്നത്. 2 പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ റുപ്പീസ് പേ യൂസ്. ഞാനിവിടെ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം മേക്ക് പേയ്മെൻറ്റ് നടത്തുന്നു. വരുന്ന സ്ക്രീനിന് UPI QR കോഡാണ് യൂസ് ചെയ്യുന്നത്. ഒക്കെ അത് സെലക്ട് ചെയ്ത് നമ്മുടെ ഫോണിൽ QR സ്കാൻ ചെയ്ത ശേഷം പേ നൗ കൊടുക്കുക. 50 രൂപ പേയ്മെൻറ്റ് അടയ്ക്കുക. നിങ്ങളുടെ ആധാർ കാർഡിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ വീഡിയോയിലൂടെ കണ്ടത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. വീണ്ടും പുതിയ വീഡിയോയുമായി കാണാം.